ഇനി നീ അവരെയും നിനക്കുള്ളതിനെയും കൈവശമാക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കും, പാസ്റ്റർ ഈ നിങ്ങളെന്ന് പറയുന്നതിൽ ഞാനുണ്ടോ? ഞാനിങ്ങനെ പറയട്ടെ, കവരപ്പെട്ടവരായി ഇന്നലകളിൽ പല നിലകളിൽ മനുഷ്യനാലും പിശാചിനാലും കവരപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ മെസ്സേജ്. സന്തോഷങ്ങൾ കവരപ്പെട്ട്, അനുഗ്രഹങ്ങൾ കവരപ്പെട്ട്, നന്മകൾ കവരപ്പെട്ട്, നിങ്ങൾ ചേർത്തു വച്ചത് കവരപ്പെട്ട്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അനർഹമായി കവരപ്പെട്ട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ മെസ്സേജ്. അതെ, നീ തിരികെ പിടിക്കും. താങ്ക് യു ലോർഡ്. സീസൺ മാറുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പ്രിയ ബ്രദർ, സിസ്റ്റർ, പ്രിയ മക്കളെ, സീസൺ മാറുക. ഇന്നലകളിൽ കവരപ്പെട്ടത് നിങ്ങളെ തലകുനിപ്പിക്കും വിധത്തിൽ, നിങ്ങളെ മുറിക്കകത്ത് നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ, ഒത്തിരി കരയിപ്പിക്കും വിധത്തിൽ കവരപ്പെട്ടത്, ശത്രു നിങ്ങളിൽ നിന്ന് കവർന്നെടുത്തത് നിങ്ങൾ തിരികെ പ്രാപിക്കുന്ന സീസണ് ഇന്ന് തുടക്കമായിരിക്കുന്നു. ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വാക്യം ഇതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ പറഞ്ഞ അതേ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം തന്നെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 2 വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബായിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും, അതിൻ്റെ പുത്രി നഗരങ്ങളും തീ പിടിച്ചു വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ, പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ഇന്നലകളിൽ നിങ്ങളെ കൈവശമാക്കിയവരെ, നിങ്ങളെ കവർന്നെടുത്തവരെ നിങ്ങൾ കൈവശമാക്കും. ഒരിക്കൽ കൂടി കർത്താവ് അതിന് തക്കവണ്ണം ചിലരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. നോക്കൂ, അമ്മോന്യരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ പ്രവചന ദൂത് പ്രാരംഭമായോ അവസാനമായോ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് നിരന്തരമായി ഇസ്രായേൽ അഥവാ ദൈവജനവും അമോര്യരുമായിട്ടുള്ള യുദ്ധങ്ങളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പല നിലകളിൽ അമോര്യരാൽ ഇസ്രായേൽ കവരപ്പെട്ടതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും അമോര്യർ ഒറ്റയ്ക്കല്ല ദൈവജനത്തെ ആക്രമിക്കുവാനായി കടന്നു വരുന്നത്, കൂട്ടം കൂടി അവർ കടന്നു വരുന്നു. വ്യത്യസ്തരായ ജനവിഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ വംശങ്ങളുമായി ചേർന്ന് ദൈവജനത്തിന് വിരോധമായി കടന്നു വരുന്നു. പല സ്ട്രാറ്റജികളിലൂടെ ദൈവജനത്തെ അവർ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ പല കാലങ്ങളിൽ ഇവർ കവരപ്പെട്ടു. പല കാലങ്ങളിൽ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പല കാലങ്ങളിൽ നിങ്ങൾ കവരപ്പെട്ടു. ശത്രുവിൻ്റെ പല സ്ട്രാറ്റജികളിലൂടെ നിങ്ങളുടെ നന്മകൾ കവരപ്പെട്ടത്. ഒരു തവണ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആ വഴി അടയ്ക്കണം, അല്ലെങ്കിൽ ഇനി അങ്ങനെ കവരപ്പെടുവാൻ, നഷ്ടപ്പെടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ഫിസിക്കലായി ഭൗതികമായി ചെയ്യുവാനുള്ളത് ചെയ്യും, സ്പിരിച്വലായി ആത്മീയമായി മീൻസ് പ്രാർത്ഥിക്കും, ആ വഴി അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തൂടെ അടുത്തൊരു വഴി തുറന്ന് പിശാച് അകത്ത് വരും, അല്ലേ? സ്തോത്രം. നന്മ ചിതറിപ്പോകുന്ന അനുഭവം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചിലപ്പോൾ നിരന്തരമായ രോഗങ്ങളിലൂടെ നന്മ ചിതറിപ്പോകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ഇങ്ങനെ ഞാൻ അധ്വാനിക്കുന്നത്, എൻ്റെ കുടുംബം ചിലവഴിക്കേണ്ടത്, അവർ സന്തോഷിക്കേണ്ടത് ഇങ്ങനെ ആശുപത്രിയിലോട്ട് പോകുവാൻ പാടില്ല. അങ്ങനെ തീരുമാനമെടുത്ത ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, നിരന്തരമായ രോഗങ്ങൾക്ക് എൻ്റെ കർത്താവ് ഇന്ന് അറുതി വരുത്തുക. നീ അധ്വാനിക്കുന്നത് മുഴുവൻ, ചേർത്ത് വയ്ക്കുന്നത് മുഴുവൻ എന്തിന്? നിൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാതിലും കഴുത്തിലും ഇടുവാൻ വാങ്ങണം, അവർക്ക് വേണ്ടി ഒരു ചെറിയ നിക്ഷേപം ഉണ്ടാകണം, ഒരു സമ്പാദ്യം ഉണ്ടാക്കണമെന്ന് നീ ആഗ്രഹിച്ച് മാറ്റിവെക്കുന്നത് കൂടെ ആശുപത്രികളിൽ ചിതറിപ്പോകുന്ന ആ പോക്കിന് യേശു ഇന്ന് അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇനിയും സഹോദര സഹോദരി, നിൻ്റെ നന്മകൾ ആശുപത്രികളിൽ ചിതറിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ചില
ആശുപത്രി ചിലവുകൾ മുഖാന്തരം സ്വപ്നങ്ങൾ പോലും മാറ്റിവെച്ച ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഭവനത്തിൻ്റെ പണി എന്ന സ്വപ്നം, മക്കളുടെ എഡ്യൂക്കേഷൻ എന്ന സ്വപ്നം, അവരുടെ യാത്ര എന്ന സ്വപ്നം, അല്ലേ? സ്തോത്രം. ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം കർത്താവ് വരുത്തുവാൻ പോകുക. ഇനിയും ആശുപത്രികളിൽ നീ ചിലവഴിച്ച് നിൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കർത്താവ് സൗഖ്യമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതേ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ നിന്ന് ശത്രു കവർന്നു കൊണ്ടുപോകുന്ന ആ വഴി അടയപ്പെടുക. പലപ്പോഴും ഇങ്ങനെ നമ്മൾ അടയ്ക്കും. മറ്റു പല വഴികളിലൂടെയും പിശാച് കടന്നു വരും. മീൻസ് പിശാച് അവിടെ സജീവമായി നിൽക്കുന്നു. അല്ലെങ്കിൽ വ്യക്തികൾ, പിശാച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അവിടെ വ്യക്തികൾക്ക് ഒരു പ്രാധാന്യവുമില്ല. നോ, പിശാച് വെളിപ്പെടുന്നത് ചില വ്യക്തികളിലൂടെയാണ്, ചില സാഹചര്യങ്ങളിലൂടെയാണ്, മുഖാന്തരങ്ങളിലൂടെയാണ്. ഫിസിക്കലായും പിശാച് അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പല നിലകളിൽ പിശാചിൻ്റെ ആക്രമണം അടിക്കടി ഉണ്ടാകുന്നത് പിശാച് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അമോര്യർ പലപ്പോഴായി പല പല സ്ട്രാറ്റജികളിലൂടെ ദൈവജനത്തെ കവരുന്നത് അവരവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ചില വെല്ലുവിളികൾ നിൽക്കുന്നത് കൊണ്ടാണ്. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുന്നു. മീൻസ് രോഗം കടന്നു വരുന്നു, പിശാചിൻ്റെ ഒരു പ്രവൃത്തി. അതിനർത്ഥം പിശാചിന് നിങ്ങളെ രോഗിയാക്കുന്നതാണ് ലക്ഷ്യം എന്നല്ല. മറിച്ച് പിശാചിന് നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങളെ കരയിപ്പിക്കുക, നിങ്ങളുടെ ആത്മീക ഭൗതിക സന്തോഷത്തെ കവർന്നു കളയുക, നിങ്ങൾ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ ഉതകുന്ന സാഹചര്യത്തെ ഇല്ലാതാക്കി കളയുക. അത്രമാത്രമാണ് പിശാചിൻ്റെ ലക്ഷ്യം. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുതന്നെ സഹോദരി, നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതല്ല പിശാചിൻ്റെ ലക്ഷ്യം. നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുക. നീ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കരുത്. അതാണ് പിശാചിൻ്റെ ലക്ഷ്യം. നിന്റെ മക്കളെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല. അവരുടെ ജയമോ പരാജയമോ പിശാചിനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീര് ഉണങ്ങരുത്. നിന്റെ മക്കളെ വഴിതെറ്റിച്ച് അവർ ലോക വഴികളിൽ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായി ജീവിക്കുക, അതല്ല പിശാചിൻ്റെ ലക്ഷ്യം. നീ സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കരുത്. നീ മക്കളെ കണ്ട സ്വപ്നങ്ങൾ നിറവേറരുത്. അതാണ് പിശാചിൻ്റെ ലക്ഷ്യം. മീൻസ് പിശാചിൻ്റെ ലക്ഷ്യം യോബിനെ നശിപ്പിക്കുകയാണ്. അതിനുവേണ്ടി യോബിൻ്റെ മക്കളെ പിശാച് തകർത്തു, സമ്പത്ത് തകർത്തു, നന്മ തകർത്തു, ആരോഗ്യം തകർത്തു. പിശാചിന് യോബിനെ ഒറ്റപ്പെടുത്തി. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന ചില വിഷയങ്ങളല്ല, അല്ലെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളല്ല പിശാചിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നിൻ്റെ നാശമാണ്, തകർച്ചയാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുക, ജോലിയില്ലാതിരിക്കുന്നു, പ്രാർത്ഥിച്ച് ജോലി കിട്ടി, അവിടെ കൊണ്ട് തീരുന്നില്ല. പിശാച് നിലനിൽക്കുന്നുണ്ട്. ജോലിയില്ലാത്തവനാക്കി നിന്നെ നിർത്തുക മാത്രമല്ലായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം, നിന്നെ നിരാശപ്പെടുത്തി തലകുനിപ്പിച്ച് വീട്ടിനകത്താക്കിപ്പിക്കുക. നീ കടക്കാരനായിരിക്കുക. ഒരു വിധത്തിൽ അങ്ങൊന്നൊക്കെ വാങ്ങിച്ച് പലരും സഹായിച്ചു, കടം തീർത്തു. ശ്രദ്ധിക്കുക, പിശാചിൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു. നിന്നെ സമ്പൂർണ്ണമായിട്ട് തകർക്കുക, നീ ആത്മഹത്യ ചെയ്യുക, നീ കടം കയറി മുടിഞ്ഞ് നശിച്ചു പോവുക, നീ നിൻ്റെ മക്കളുമായിട്ട്, അതായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മൾ പലപ്പോഴും പിന്നിലെ പിശാചിനെ മറന്നു കളയുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ ഇടപെടുകയാണ്. അമ്മോര്യരെ കുറിച്ചുള്ള അരുളപ്പാട്, നിന്റെ ശത്രുവിനെ കുറിച്ചുള്ള അരുളപ്പാട് കേൾക്ക്. ആ ശത്രുവിനെ ദൈവം തകർക്കുകയാണ്. നിന്റെ ശത്രുവിനെ, അതേ പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യരും അടങ്ങുന്ന ആ കൂട്ടത്തെ എൻ്റെ ദൈവം തകർക്കുക. തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന, കുടുംബത്തിനകത്ത് നിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്റെ തലമുറകളുടെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും തടസ്സം നിൽക്കുന്ന, നന്മകൾ വന്നെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന, കവരപ്പെടുന്ന, രോഗിയാക്കി നിന്നെ തീർക്കുന്ന, നിന്നെ തലകുനിക്കുന്ന, പാപത്തിന് നിന്നെ അടിമയാക്കി വയ്ക്കുന്ന, ശാപത്തിന് കീഴിൽ നിന്റെ തലകുനിപ്പിക്കുന്ന, അതെ ആ പിശാചിനെ, ആ ശത്രുവിൻ്റെ പദ്ധതിയെ സ്വർഗം തകർക്കുക. ഇനിയും നിന്റെ തലമുറ പരാജയപ്പെട്ട ഭവനത്തിനകത്ത് ഒടുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സമ്പൂർണ്ണമായി ശത്രുവിനെ തകർക്കുന്ന ഒരു ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുക. അങ്ങനെ ശത്രു തകരുമ്പോൾ എന്ത് സംഭവിക്കും? ആമേൻ. നോക്കൂ, പിശാച് രോഗിയാക്കി, നീ കടം വാങ്ങിച്ച് സൗഖ്യം വരുത്തി. ആമേൻ. നീ കടക്കാരനായി, വീണ്ടും ഒരു പ്രശ്നം സംഭവിച്ചു. എന്നാൽ ഇവിടെ പിശാച് തോൽപ്പിക്കപ്പെടുമ്പോൾ അവൻ കവർന്നെടുത്തത് മുഴുവൻ തിരികെ വരും. അപ്പോൾ നിങ്ങൾക്ക് സംശയമാകും, പാസ്റ്റർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഇതെങ്ങനെ സംഭവിക്കും? നോക്കൂ, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിൻ്റെ കണ്ണുനീർ കണ്ട് ഇറങ്ങി വരുന്നു. മോശയെ വിളിക്കുന്നു, അവരെ പുറത്തു കൊണ്ടുവരുവാൻ. ഈ ജനം 430 വർഷം കവരപ്പെട്ടവരാണ്. നന്മകൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ എല്ലാം കവരപ്പെട്ടവരാണ്.
അവരെ ഒന്നുമില്ലാത്ത ചണ്ടികളായി വലിച്ചെറിഞ്ഞ ആ ചണ്ടിക്കൂമ്പാരത്തെ കൊണ്ടുവരുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. മറിച്ച് അവരിൽ നിന്ന് ഊറ്റിയെടുക്കപ്പെട്ടത് മുഴുവൻ കവർന്നെടുക്കപ്പെട്ടത് മുഴുവൻ തിരികെ അവരിലേക്ക് എത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്നലകളിൽ ശത്രുവായവൻ നിന്നിൽ നിന്ന് കവർന്നെടുത്തത് സകലവും നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുന്നു. നീ കൈവശമാക്കുവാൻ പോകുന്നു നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ. മീൻസ് ഇതൊരു വലിയ ഹാപ്പിനെസ് തരുന്ന ദൂതാണ്. കാരണം ചില്ലറയായി പിശാച് കവർന്നു, നിങ്ങൾ ഒരുമിച്ച് അതിനെ തിരികെ പ്രാപിക്കുവാൻ പോകുന്നു. ചില ചിട്ടിയൊക്കെ കുറേശ്ശെ നമ്മൾ കൊടുക്കും, മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതെ, ഇന്നലകളിൽ കുറേശ്ശെയായി ശത്രു കവർന്നെടുത്തതിന് മുഴുവനായി ദൈവം നിന്റെ കരങ്ങളിൽ തിരികെ തരുവാൻ പോകുന്നു. സന്തോഷത്തെ മുഴുവനായി ദൈവം നിന്റെ കരങ്ങളിൽ തിരികെ തരുവാൻ പോകുന്നു. നിന്റെ തലമുറകളുടെ ജീവിതത്തെ മാറ്റുന്ന ആ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ, പുതിയ തുടക്കങ്ങളെ, പുതിയ പുതിയ ബന്ധങ്ങളെ മുഴുവനായി ദൈവം നിന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പോകുന്നു. അത് സകലവും നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. നോക്ക്, ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബായിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു. അർത്ഥാൽ ദൈവം നിനക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യും. ദേശത്തിലെ മന്ത്രവാദിയോട്, ആഭിചാരകനോട്, ക്ഷുദ്രപ്രയോഗകനോട്, നിനക്കും നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് എടുത്തുപയോഗിച്ച കരങ്ങളോട്, വ്യക്തികളോട് ദൈവം യുദ്ധം ചെയ്യും. സ്തോത്രം. അന്ന് അത് ശൂന്യമായി തീരും. മീൻസ് സമ്പൂർണ്ണമായിട്ട് ശത്രുവിനെ നശിപ്പിക്കും. ഈ ദിവസങ്ങളിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ ദൈവം സമ്പൂർണ്ണമായി നശിപ്പിക്കും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും. നീ തിരികെ പിടിക്കും, നീ തിരികെ പ്രാപിക്കും. റെഡിയാണോ? പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിന്ന് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ അത് തിരികെ പ്രാപിക്കുവാൻ, തിരികെ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരികെ പ്രാപിക്കലിന് വേണ്ടി മാത്രമായി ആ ശത്രുവിനെ തകർത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവാസത്തിനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിരന്തരമായ കൂട്ടായ്മ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം സാധ്യമാണ്. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വചന ശുശ്രൂഷ പ്രഭാതത്തിലുണ്ട്. പ്രഭാതമൻ എന്ന ഈ മെസ്സേജുകൾ നിരന്തരമായി നിങ്ങൾക്ക് ലഭിക്കും. ചൊവ്വാഴ്ച സഭയിൽ വെച്ച് സഹോദരിമാരുടെ കൂട്ടായ്മയുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയിൽ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ. നിങ്ങൾ ദൂരത്താണെങ്കിൽ ലൈവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അടുത്താണെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കാം, തിരികെ പിടിക്കാം. കണ്ണുകളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലപ്പോഴായി പല നിലകളിൽ ഇവരെ കവർന്ന, ഇവരിൽ നിന്ന് അന്യായമായി ഇവരുടെ നന്മകളെ പിടിച്ചുകൊണ്ടുപോയ ശത്രുവിൽ നിന്ന് സകലത്തെയും അങ്ങ് ദിവസങ്ങളിൽ തിരികെ കൊടുക്കുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇവരിലേക്ക് തിരികെ വരട്ടെ. നഷ്ടങ്ങളെ മറക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ മുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവരിലെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗിയാക്കി ഇവരെ തകർത്ത് കളയുവാനുള്ള പിശാചിൻ്റെ എല്ലാ പദ്ധതികളെയും സ്വർഗമങ്ങ് തകർക്കണമേ. തലമുറകളുടെ ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന ആഭിചാര, ക്ഷുദ്രപ്രയോഗങ്ങൾ, നേർച്ചകാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, വിളിശാപങ്ങൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉരുവിടുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴിവാതിലുകൾ തുറക്കപ്പെടട്ടെ. തടസ്സങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികൾ നൽകണമേ. തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. കടഭാരങ്ങളും പലിശക്കടകളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം, അല്ല തിരികെ പ്രാപിക്കാം. അതിനെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാളെ പകലിലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചു. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.